ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല, ഒരു വരുമാനവും ഇല്ല. ഇങ്ങനെ പലരോടും യാചിച്ചാണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇന്നേ നമ്മളെ 2 ചേച്ചിമാര് കാണണോന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ വീട്ടിലോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. നമ്മൾ അതിന് പോവാ ഇന്ന്. ചേച്ചിമാരുടെ വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു. നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതാണ്. അപ്പം അവര് 2 ചേച്ചിമാർ തന്നെ താമസിക്കുക. അപ്പൊ അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞേ. അവരെ ഒന്ന് കാണാനൊക്കെ ഉണ്ടല്ലേ? നമുക്കൊന്ന് പോയിട്ട് വരാം. ഇതാണ് വീട്. ഇതാടാ വീട്. തെറ്റി വീടില്ല. എടാ, ഈ ആൻറ്റിയാണ് നമ്മളെ വിളിച്ചത്. അപ്പം നമ്മളിപ്പോൾ അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നപ്പോൾ ഇവരുടെ അവസ്ഥ ഇത്തിരി ഭയങ്കര മോശമാണ്. നിങ്ങളെ കൂടെ കാണിച്ചു തരണം. നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാം. അവർ തന്നെ നിങ്ങളോട് കാര്യങ്ങൾ പറയട്ടെ. ബൈ. എൻ്റെ അനിയത്തിയാണ്. ഇവിടെ മുറ്റത്ത് വീണതാണ്. കാലിൻ്റെ എല്ല് മുറിഞ്ഞ് കാലറ്റു പോകത്തൊക്കെ എല്ലും മുറിഞ്ഞ് കമ്പി ഇട്ടേക്കുമായിരുന്നു. പിന്നെ ആസ്തിക്ക് പഴുപ്പുമായി. ഇനിയിപ്പോൾ അടുത്ത സർജറി ഉണ്ട്. ഞാൻ 2 പെൺപിള്ളേർ മാത്രമേ ഉള്ളൂ. ഇനി വേറെ ആരും ഇല്ല. അച്ഛനും അമ്മയൊന്നുമില്ല. സാമ്പത്തികത ഒന്നുമില്ല. പിന്നെ വളരെ കടവൊക്കെ പിടിച്ചാണ് ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കും തീരെ സുഖമില്ലാത്തതാണ്. അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മോളെ വിളിച്ചു വരുത്തിയത്. അതെ, ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. സഹായത്തിന് ആരും ഇല്ല. ഇങ്ങനെ പലരോടും ഇങ്ങനെ ഇതൊക്കെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരുവിധം പോകുന്നത് തന്നെ. ഒറ്റയ്ക്ക് വീട്ടിൽ ഞങ്ങൾ 2 മാരും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത സർജറി ഉണ്ട്. പിന്നെ ഇങ്ങനെ ചെക്കപ്പിന് കൊണ്ടുപോകണമെങ്കിൽ തന്നെ ആംബുലൻസിലെ കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ. ആംബുലൻസിന് നല്ല ചിലവാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സയാണ്. അവിടെ മരുന്ന് നമുക്ക് ഇൻഷുറൻസ് കാർഡ് ഒന്നും ഇല്ല. എല്ലാത്തിനും ടെസ്റ്റിനാണെങ്കിലും മരുന്നിനാണെങ്കിലും എല്ലാത്തിനും നല്ല പൈസ ചിലവുണ്ട്. നമുക്ക് ജീവിക്കാൻ തന്നെ നിവൃത്തിയില്ലാത്ത ഒരു ഒന്നുമില്ല. വല്ലവരുടെ സഹായത്തോടെയാണ് തന്നെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഇത്. വീണതാണ്. എല്ല് കൊണ്ട് മുറിഞ്ഞ് കാലറ്റു പോയി. ശകലവേ ഉള്ളൂ ഈ കാലിന്റെ മേലെ ഇവിടുന്ന് ശകലവേ ഉള്ളായിരുന്നു. പിന്നെ കമ്പിയൊക്കെ ഇട്ട് അങ്ങനെ നിർത്തി. പിന്നെ അസ്ഥിക്ക് പഴുപ്പും കയറിയിട്ടുണ്ടായിരുന്നു. അതിനും 2 മാസം അവിടെ കോട്ടയത്ത് അഡ്മിറ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് അടുത്ത സർജറി ഉണ്ട്. ചേച്ചി എത്ര നാളായി ആന്റി ഇങ്ങനെ കിടപ്പായിട്ട്? ജനുവരി 3-ാം തീയതി തൊട്ട് ഇപ്പൊ 4 മാസം കഴിഞ്ഞു. 4 മാസം. അല്ല, ചേച്ചിക്ക് വേറെ ജോലി? ഞാൻ നേരത്തെ ജോലി ചെയ്തോണ്ടിരുന്നതാണ്. എനിക്ക് നേരത്തെ പിന്നെ വയ്യാണ്ടായി. ഇങ്ങനെ ബ്രെയിൻ ട്രോഫി വന്ന് ഫുൾ ബോഡി പെയിൻ വന്ന് ഞാൻ വീഴുമായിരുന്നു. ഒന്നും അറിയത്തില്ല. പിന്നെ ബ്രെയിൻ ട്രോഫി സ്കാൻ ചെയ്തപ്പോൾ അറിഞ്ഞു. എനിക്ക് കുറച്ച് നാളും മരുന്നൊക്കെ കഴിച്ചു. 3 വർഷത്തോളം മരുന്ന് കഴിച്ചു. പിന്നെ തലവേദനയ്ക്ക് കുറവുണ്ട്. പക്ഷെ ഫുള്ള് തേയ്മാനം. ഒന്നും ചെയ്യാം. നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ പോലും ഒന്നും നമുക്ക് കുക്ക് ചെയ്ത് ഒരു ചായയോ ഒന്നും അതിന് കുടിക്കാൻ പോലും വയ്യാത്ത ഒരു അവസ്ഥയില്ല. പിന്നെ ഇങ്ങനെ ഒന്നും ചെയ്യാനും വയ്യ, പിടിക്കാനും ഒന്നും വയ്യ. എന്തായാലും ഒരു സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി വിളിച്ചു വേണം പോയിട്ട് അങ്ങനെ വരുന്നത്. നേരത്തെ കമ്പും കുത്തിയൊക്കെയാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത്. വീട്ടിലും കമ്പും കുത്തിയൊക്കെയാണ്. അപ്പൊ ഈ ആന്റിയെ നോക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പൊ എടുത്തു പോക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? പിടിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഇത് വെച്ചിട്ട് പിന്നെ ഡൈപ്പറിൽ ഇങ്ങനെ എടുത്തിട്ട് മാറ്റി കൊണ്ട് കളയൊന്നുമില്ല. അല്ല, നിങ്ങൾക്ക് വേറെ സഹോദരങ്ങൾ അങ്ങനെ ആരുമില്ല? മാത്രമേ ഉള്ളല്ലേ? അല്ലാതെ പുറത്തുനിന്ന് സഹായിക്കാൻ കുടുംബക്കാർ അങ്ങനെ ആരും തന്നെ ഇല്ല. സാമ്പത്തികമുള്ളവരാരും തന്നെ ഇല്ല ആരും സഹായിക്കാൻ. അമ്മയുടെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇത് വെച്ചിട്ടുള്ളതല്ല. എനിക്കിപ്പോ കുറെ ആയി. ഞാനായിരുന്നു ആദ്യമേ വയ്യാണ്ടായി കിടന്ന് 2 പ്രാവശ്യം കിടന്നിട്ട് എണ്ണീറ്റ് വന്നതാണ്. അമ്മ 8 വർഷം ഇതുപോലെ തളർന്ന് കിടപ്പായിരുന്നു. അമ്മ മരിച്ചു പോയിട്ട് ഇപ്പോൾ 1 വർഷം ആകുന്നു. അച്ഛൻ നേരത്തെ മരിച്ചതാണ്. 2003 അച്ഛൻ മരിച്ചത്. ഈ വീട് റെന്റിനാണോ സ്വന്തമായിട്ടുള്ള ഇതാണ്. 2 പേരൊക്കെ ഇത്രയൊക്കെ ഫ്രണ്ട് മാത്രം ഒന്ന് പെയിന്റ് പാമ്പ് ശല്യം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പെയിന്റ് അടിച്ച് മാത്രമല്ല. എന്നാലും അടിത്തറയില്ല. മേൽക്കൂരി ആസ്പെറ്റോസ് എല്ലാം ചോന്നൊലിക്കുക. അടുക്കള മൊത്തം ചോന്നൊലിക്കുകയാണ്. പഞ്ചായത്തിനൊന്നും ഇല്ല. വീടിന് അവർ കിട്ടിയാൽ നമുക്ക് വെക്കാൻ ഇത് വെച്ചില്ല. വീടിനൊന്നും ഇതുവരെ തന്നിട്ടും ഇല്ല. മെയിൻ്റനൻസിന് പിന്നെ ഇങ്ങനെ തരുന്നുണ്ട്. അതുകൊണ്ട് 25,000 രൂപയെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എന്താ ചെയ്യുക, അങ്ങനെ ഒരു തേച്ച് പിന്നെ വേറെ 2-3 പേര് വെച്ചിട്ട് ഇത്രയൊന്ന് ഫ്രണ്ട് കുറച്ച് മാത്രം ഈ തേച്ച് ഇത് ഇപ്പം ചെയ്തിരിക്കുന്നു. ഹെൽത്തിന്നും അങ്ങനൊന്നും ഇല്ല? ഒന്നുമില്ല. അത് വെച്ചിട്ട് ഹെൽത്തിന്ന് വന്ന് അന്വേഷിക്കുന്നില്ലേ? ഇല്ല, ഹെൽത്തിന്ന് പാലിയേറ്റീവ് വന്നിട്ട് പക്ഷെ അവർക്ക് നമുക്ക് പ്രയോജനത്തൊക്കെ രീതിയിലൊന്നും ഇല്ല. ഡൈപ്പറോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. അവർ വന്ന് നോക്കിയിട്ട് പോകുന്നില്ല. ഒന്നും 1 പ്രാവശ്യം വന്നിട്ടുള്ളൂ. പിന്നെ ഒക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. അതുപോലെ തന്നെ ഈ കറക്റ്റ് സ്ഥലം ഒന്ന് പറഞ്ഞുതരാമോ? ഇത് പത്തനംതിട്ട മുണ്ടുകോട്ടക്കൽ വല്യന്തി മണികണ്ഠപുരം റോഡ്, ചിറക്കര എന്നാണ് വീട്ടുപേര്. എൻ്റെ പേര് രാജി എന്നാണ്. അനിയത്തിയുടെ പേര് രമ്യ എന്നാണ്.
ഇപ്പം നമുക്ക് സാമ്പത്തികമാണ്. ഇപ്പം കടമുണ്ട്, കുറേ കടങ്ങളും ഉണ്ട്. ഇനി അടുത്ത ഇത് സർജറി ചെയ്യാനും പോക്ക് വരവും ആംബുലൻസുകാരും മെഡിസിനും ഉള്ള ഇത് നടത്തിയെടുക്കുന്നിടം വരെ നമ്മൾ ഭയങ്കര ഒന്നുമില്ല, ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല, ഒരു വരുമാനവും ഇല്ല. ഇങ്ങനെ പലരോടും യാചിച്ചാണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ പുറവശം ഒന്നും തേച്ചിട്ടില്ലല്ലോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ഇടിഞ്ഞു പോയി കിടക്കുക. പാമ്പുകളുടെ ശല്യമാണ്, ഭയങ്കര പാമ്പ് ശല്യം. പാമ്പൊക്കെ വീടിനകത്ത് കയറാറുണ്ടല്ലേ? ഒരുപാട് കഴിഞ്ഞ വർഷം വരെയും ഈ തേക്കുന്ന അകത്ത് ഇച്ചിരി മുനിസിപ്പാലിറ്റിന്ന് മെയിൻ്റനൻസിനെ കിട്ടിയാൽ ഫ്രണ്ട് വശം മാത്രം. അതിന് മുമ്പ് ഭയങ്കര പാമ്പ് ശല്യം. ഇവിടെയൊക്കെ ഇപ്പോഴും പാമ്പിന്റെ ശല്യങ്ങൾ തന്നെയാണ്. ഇവിടെ എല്ലാത്ത് കയറുന്നുണ്ടല്ലേ? ഫോറസ്റ്റുകാർ വന്നിട്ട് ഈ ഹോളൊക്കെ അടച്ചിട്ട് പോകാൻ പറഞ്ഞല്ലേ? അവരോട് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് സിമെന്റ് വെച്ച് അടയ്ക്കുക എന്നാ പറഞ്ഞത്. ഓ, നമുക്ക് പാമ്പിന്റെ ശല്യം ഭയങ്കര ഇതാണ്. ഈ വീട് ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലേ? ഇത് പുറവശം ഓടാ അല്ലേ? ഓടും ആസ്പെറ്റോസും കൂടുന്നു, പൊട്ടിച്ചോടുന്നു. ഓടാണ് കളിയിൽ പട്ടികയെല്ലാം പോയി. അതും ഇതിന്റെ മണ്ടയ്ക്കൂടെ ആണെങ്കിലും പാമ്പ് കയറും. ആസ്പെറ്റോസ് എല്ലാം കുതിർന്ന് ഒരുപാട് വർഷമായതാ. അതെല്ലാം കുതിർന്ന് പൊട്ടി എല്ലാം വെടിച്ച് കയറി. അതിന്റെ മണ്ടയ്ക്കൂടെ ടാർപ്പ വലിച്ചു കെട്ടിയിരിക്കുന്നത്. എന്തെന്ന് ചേച്ചി ബെൽറ്റ് ഇട്ടേക്കുന്നേ? നടുവിനെല്ലാം പ്രശ്നമുണ്ടല്ലേ? വാരിയെല്ലാം കംപ്ലൈന്റ് ആണ്. നടുവിന് നടക്കാനും പിടിക്കാനും ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ആണല്ലേ? കുഴപ്പമില്ല ചേച്ചി, എന്തായാലും നമ്മളാ കഴിയുന്ന സഹായം എന്തായാലും നമ്മൾ ചെയ്യും. ചേച്ചി വിഷമിക്കണ്ട കേട്ടോ. ഈ ചേച്ചിമാരെ നമ്മളെ കാണുന്നവരെ വിളിച്ചപ്പോഴേ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ? അവരുടെ അവസ്ഥ അത്രയ്ക്കും മോശമായിട്ട്. അതായത് രണ്ടുപേർക്കും വയ്യായിട്ടിരിക്കുകയാണ്, രണ്ടുപേർക്കും സഹായം ആവശ്യമാണ്. ഇപ്പോൾ ചേച്ചിക്ക് നേരത്തെ ജോലി ഉണ്ടായിരുന്നല്ലേ? ഈ അനിയത്തിയും വയ്യാതെ കിടക്കുന്നോണ്ടും പിന്നെ ആ ചേച്ചിക്കും വയ്യാണ്ടിരിക്കുമല്ലേ? ചേച്ചിക്കും എന്തോ ഇതാന്ന് പറഞ്ഞത്, സീരിയസ് ആയിട്ട് എന്തോ ഒരു അസുഖമാണ്. അതുകൊണ്ടാണ് പെയിൻ കില്ലർ ഒക്കെ കഴിച്ചാണ് ഇപ്പൊ പോകുന്നതെന്നാണ് പറഞ്ഞത്. നടുവൊന്നും വയ്യ. നമ്മൾ കണ്ടില്ലേ ബെൽറ്റ് ഒക്കെ ഇട്ടോണ്ട് തന്നെ. ഈ ചേച്ചിമാരുടെ വീഡിയോ അല്ലേ? നമ്മൾ കരയുന്ന ബീജം ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് റീച്ച് ആവുമെന്നൊന്നും അറിയത്തില്ല. നമ്മളെ ജസ്റ്റ് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു. നമുക്ക് അറിയത്തില്ല, നമ്മളിങ്ങനെ ബാക്കിയുള്ളവരൊക്കെ കരയുന്ന ബീജം കയറ്റി ഇല്ല. അവരുടെ അവസ്ഥ അവർ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മളായിട്ട് പ്രത്യേകിച്ച് വേറെ അവരെ കൊണ്ടൊന്നും പറയിപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ അങ്ങ് കരഞ്ഞ് മെഴുകി കാണിക്കാനും നമുക്ക് അറിയത്തില്ല. അവരുടെ വിഷമമുണ്ട്, അവരത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ എന്തേലും അവർക്ക് സഹായിച്ചു കൊടുക്കുക. എന്തായാലും അവരുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ അടി വെക്കുന്നുണ്ട്. നമ്പർ അവരുടെ വെക്കുന്നില്ല, നമ്പർ നമ്മുടെയാണ് വെക്കുന്നത്. കാരണം 2 പേരാണ്, ആൺതുണയില്ലാത്ത 2 പേരാണ്. ആവശ്യമില്ലാത്ത കുറെ അവന്മാര് വിളിച്ച് അവരെ ശല്യം ചെയ്യാൻ ആവശ്യമുണ്ട്. അപ്പോൾ നമ്പർ നമ്മുടെയാണ്, അക്കൗണ്ട് നമ്പറൊക്കെ അവരുടെയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ, നമ്മൾ അവിടെ അസുഖം എന്താണെന്ന് അറിയണമെങ്കിലോ മെഡിക്കൽ കോളേജിൽ അവർ കാണിക്കുന്ന ചീട്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ അവരുടെയാണ്. നിങ്ങളെ കഴിയുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കുക. കാരണം ഇപ്പോൾ ഇച്ചിരി സഹായം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഉപകാരമാണ്. എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ മതി, ഒരുപാട് തരണമെന്നല്ല പറയുന്നത്. നിങ്ങളെ കഴിയുന്ന എന്തെങ്കിലും ചെയ്താൽ പറ്റുന്ന രീതിയിൽ സഹായം ചെയ്തു കൊടുക്കാം. തീർച്ചയായിട്ടും സഹായിക്കുന്നു വിചാരിക്കും. ഞങ്ങളെ കഴിയുന്ന ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കഴിയുന്ന നിങ്ങളും കൂടെ ചെയ്യുക. അപ്പോൾ സഹായിക്കാൻ കഴിയുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോയും കൂടെ ഒന്ന് കൊടുക്കുക. പരമാവധി ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്നവർക്കും എല്ലാവർക്കും ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക. അവർക്ക് സഹായം കിട്ടട്ടെ. കാരണം അത്രയ്ക്ക് പരിതാപകരമാണ്. കാരണം ഒരു വീട് പോലും അവർക്ക് ചോർന്നൊലിക്കുന്ന വീടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണുമ്പോൾ പറയാം അവരുടെ അവസ്ഥ അത്രയ്ക്ക് പരിതാപകരമാണ്. അവർ നമ്മളെ വിളിച്ചു വരുത്തി. ഇനിയിപ്പോ നേരിട്ട് കാണണം എന്നുള്ളവരാണെങ്കിൽ പോലും നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ കൊണ്ടുവന്ന് അവരുടെ അവസ്ഥയെ കാണിച്ചു തരും.